ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് തക്കാളി വെച്ചിട്ട് നല്ലൊരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 8 തക്കാളിയാണ്. അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് 8 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ തക്കാളിയൊക്കെ നന്നായി കഴുകി നമ്മൾ ഇതുപോലെ കഷ്ണാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച തക്കാളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ള നമ്മളെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഒരു വെറൈറ്റി ടേസ്റ്റ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇത് നമ്മൾ തക്കാളിയൊക്കെ ഓയിൽ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ അത് വെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് വെക്കുകയൊന്നും വേണ്ട. നമ്മളങ്ങനെ നേരിട്ടിട്ട് കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്നാണ്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് വിസിലടുപ്പിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെളുത്തുള്ളി ചേർക്കാനുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ വിലയില്ലാത്ത സമയത്തൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ. ഇപ്പോൾ നല്ല വില ആയതുകൊണ്ട് ഞാൻ ഒരു 5-6 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനിത് വിസിൽ വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ പണിയും കൂടി ഉണ്ട്. നമുക്ക് കടുകും ഉലുവയും ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അങ്ങനെ ഇത് വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളിത് എടുത്ത് നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ ഇത് ഈ ലെവലിലായിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറി വരുമ്പോഴത്തേനും നമുക്ക് ഈ നമ്മൾ കടുകും ഉലുവയും ഒന്ന് പൊടിച്ചിട്ടും വരാം. അങ്ങനെ അത് പൊടിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ചൂടാറിയ സംഭവം ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അങ്ങനെ അതും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ എല്ലാ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. പിന്നെ നമ്മളെ ചീനിച്ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് നല്ല ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം ഒരു 4 വെളുത്തുള്ളി നടു കീറിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ അരച്ച അരപ്പിനും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പും വേറെ ഉള്ളതൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇനി അതൊക്കെ ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ തന്നെ നമ്മളിത് ജാറിൽ പൊടിച്ച് വെച്ചിട്ടില്ലേ നമ്മളെ കടുകും ഉലുവയൊക്കെ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് കറിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതിലത്തെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമോ നമുക്ക് ഇളക്കിയെടുക്കണം. അതേ കണ്ടില്ലേ നമ്മളെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇളകി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.